ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫെയർ നമുക്ക് നോക്കാം. PSC ബുള്ളറ്റിൻ വന്ന പ്രസിദ്ധീകരണമാണ്. ആഴിക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന അത് തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. INS നിസ്താറാണ് ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന അത് തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ. അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്നുള്ള നീലാസ്ഥികളും പച്ചരക്തമുള്ള പട്കായി മച്ച മരത്തവളയും കണ്ടെത്തി. അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്ന് കണ്ടെത്തിയ നീലാസ്ഥികളും പച്ചരക്തവുമുള്ള പട്കായി മച്ച മരത്തവള. കർണാടകയിലെ ഷിവമോഗയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേറ്റഡ് പാലമായി സിംഗദൂർ പാലം. 2.44 കിലോമീറ്ററാണ് പാലത്തിൻ്റെ നീളം. എവിടെയാണ്? കർണാടകയിലെ ഷിവമോഗയിൽ. ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോക ചാമ്പ്യൻ. ജോർജിയയിലെ ബാത്തൂമിൽ നടന്ന മത്സരത്തിൻ്റെ ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ ട്രൈബ്രേക്കറിൽ കീഴടക്കി ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഇപ്പോൾ എവിടെയാണ് വനിതാ ചെസ് ലോകകപ്പ് നടന്നത്? ജോർജിയയുടെ തലസ്ഥാനമായ ബാത്തൂമിയിൽ. വിജയിച്ചത് ഇന്ത്യയുടെ തന്നെ ദിവ്യ ദേശ്മുഖ്. ഇനി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ 102-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. 2006 മുതൽ 2011 വരെയായിരുന്നു മുഖ്യമന്ത്രി. പ്രമുഖ തെന്നിന്ത്യൻ നടി B. സരോജ ദേവി അന്തരിച്ചു. 3 തവണ ഓസ്കാർ നേടിയ അമേരിക്കൻ ഗാനറി ജേതാവ് അലൻ ബെർഗമാൻ അന്തരിച്ചു. മാരത്തൺ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൺ ഓട്ടക്കാരൻ ഫൗജ സിംഗ് അന്തരിച്ചു. ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ പ്രയോക്താവ് രതൻ ദിയം അന്തരിച്ചു. ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു. പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ പ്രൊഫസറും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഭാര്യയുമായ സുലോചന ഗാഡ്ഗിൽ അന്തരിച്ചു. അവരുടെ ഫോട്ടോയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സരോജ ദേവി, അലൻ ബെർമാഗിൽ, ഫൗജ സിംഗ്, ഹൾക്ക് ഹോഗൻ. ഇനി സ്പോർട്സ് നോക്കാം. ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിക്കാണ്. ഫൈനലിൽ ഫ്രഞ്ച് ടീമായ PSG-യെ 3-0 കീഴടക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജംഷിദ് ബുംറ ഒന്നാമതെത്തി. വിൻഡീസ് ഓൾറൗണ്ടർ ആന്ധ്ര റസിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫിഡയുടെ 2025 ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ നടക്കും. ഇനി കേരളത്തിലേക്ക് വന്നാൽ IAS സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. IAS സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ആസാം. രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് മധ്യപ്രദേശിലെ ഇൻഡോർ. മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിൻ്റെ പേര് ഈശ്വർപൂർ എന്നാക്കി മാറ്റി. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിൽ നിലവിൽ വന്നു. ഇനി കുറച്ച് പുരസ്കാരങ്ങളാണ്. ഈ വർഷത്തെ ഭാരത് കോപ്പി പുരസ്കാരം നമ്മുടെ നടൻ ഇന്ദ്രൻസനാണ് ലഭിച്ചത്. ഈ വർഷത്തെ ഭാരത് കോപ്പി പുരസ്കാരം നേടിയത് നടൻ ഇന്ദ്രൻസനാണ്. വർഷത്തെ ഭാരത് കോപ്പി പുരസ്കാരം ലഭിച്ചത്. മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന്. MK സാനു ഗുരുപ്രസാദ് പുരസ്കാരം NS മാധവന്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ എയ്മ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ചെണ്ട കലാകാരന്മാരായ കൂറൂർ വാസുദേവൻ നമ്പൂതിരി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മന്ദളം കലാകാരൻ കലാമണ്ഡലം ശങ്കരവാര്യർ, കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം PN ഗിരിജാദേവി എന്നിവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2023 കലാപുരസ്കാരങ്ങൾക്ക് അർഹയായി. ഇനി JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. മികച്ച ചിത്രം നേടിയത് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമൽ ബോയ്സ് ഡയറക്ടറാണ്. മികച്ച നടൻ ആസിഫ് അലി. മികച്ച നടി ചിന്നു ചാന്ദിനി. പുസാപതി അശോക് ഗജപതി രാജുവാണ് പുതിയ ഗോവയുടെ ഗവർണറായിട്ട്. പുസാപതി അശോക് ഗജപതി രാജു. അശ്വിൻ കുമാർ ഘോഷയാണ് പുതിയ ഹരിയാന ഗവർണർ. കവീന്ദർ ഗുപ്ത ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല 18 ദിവസം ISSൽ ചെലവിട്ട ശേഷം ജൂലൈ 15-ാം തീയതി 3:01 ഭൂമിയിൽ തിരിച്ചെത്തി. എന്നാണ് പോയത്? 18 ദിവസം ചെലവഴിച്ചത്. ജൂലൈ 15-ാം തീയതി പോയി 3:01 ഭൂമിയിൽ തിരിച്ചെത്തി. സെൻസസ് കമ്മീഷണറേറ്റ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം 2022 പ്രകാരം 2018-22 കാലയളവിൽ രാജ്യത്തെ ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കേരളമാണ്. ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ CEO-യുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിഗ് ചാറ്റ്. നീതി ആയോഗിലെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് 23-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ്. 4-ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. ഒറ്റയ്ക്കായ വയോധികർക്ക് സ്വാതന്ത്ര്യമേകാൻ സാമൂഹിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപ്. ഇതാണ് ഗോവയുടെ ഗവർണർ അശോക് ഗജപതി രാജു. അശ്വിൻ കുമാർ ഘോഷ് ഹരിയാനയുടെ, കവീന്ദർ ഗുപ്ത ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ.